ഭൂമിയിൽ നിന്ന് ഒരുമിച്ചോ രണ്ട് വ്യത്യസ്ത സമയങ്ങളിലോ വിക്ഷേപിക്കുന്ന രണ്ട് വ്യത്യസ്ത പേടകങ്ങൾ. ബഹിരാകാശത്ത് രണ്ട് ഭ്രമണപഥങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അവ സ്വയം പരസ്പരം ബന്ധിപ്പിക്കപ്പെടുകയും തുടർന്ന് ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കുകയും ദൗത്യം പൂർത്തിയാക്കി വിഘടിച്ച ശേഷം അവയിലൊന്ന് ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന പ്രക്രിയ ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്പേസ് ഡോക്കിംഗ്, അൺഡോക്കിംഗ് എന്ന് വിളിക്കപ്പെടുന്ന കേൾക്കുമ്പോൾ തന്നെ അതിസങ്കീർണമായ ഈ പ്രക്രിയകൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കാര്യത്തിൽ നാം പലതവണ കേട്ടിട്ടുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം സ്വായത്തമാക്കിയ ഈ അതിസങ്കീർണ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ക്ലബിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ രാജ്യം. അതീവ സങ്കീർണമായ ഈ സാങ്കേതികവിദ്യാ പരീക്ഷണത്തിന് വിജയത്തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. സ്പേസ് ടെക്സ് പരീക്ഷണത്തിനുള്ള രണ്ട് ചെറു ഉപഗ്രഹങ്ങളെ ISROയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനം PSLV C-60 തിങ്കളാഴ്ച രാത്രി ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ്. പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ. ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വ്യത്യസ്ത ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനാവും. ചാന്ദ്രപര്യവേക്ഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാനുമെല്ലാം ഇത് നിർണായകമാകും. മനുഷ്യരെ വഹിക്കുന്നതോ അല്ലാത്തതോ ആയ രണ്ട് സ്വതന്ത്ര പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുകയും തുടർന്ന് ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ്. ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമൊക്കെ ഡോക്കിംഗ്, ബെർത്തിംഗ് സാങ്കേതികവിദ്യകൾ അത്യന്താപേക്ഷിതമാണ്. ബഹിരാകാശ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണി, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതികവിദ്യകൾ ഇല്ലാതെ പറ്റില്ല. അതുപോലെ ഗ്രഹാന്തര പര്യവേക്ഷണം, ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം, മറ്റ് പല സങ്കീർണ ദൗത്യങ്ങൾക്കും ഇവ അനിവാര്യം. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേടകം സ്റ്റേഷനിൽ കൃത്യമായി ഡോക്ക് ചെയ്യണം. ഇത് ക്രൂവിന്റെയും ചരക്കുകളുടെയും സുരക്ഷിതമായ കൈമാറ്റം ഉറപ്പാക്കുന്നു. ചന്ദ്രോപരിതലത്തിൽ നിന്നും പാറയും മണ്ണും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്നതിനായി 2027 വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ 4ഉം 2028 ലക്ഷ്യമിടുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യഘട്ടവും ISROയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ഇതിനു മുന്നോടിയായാണ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നത്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ കാര്യത്തിലും ഡോക്കിംഗ് സാങ്കേതികവിദ്യ അതിനിർണായകമാണ്. പല ഘട്ടങ്ങളായി വിക്ഷേപിക്കുന്ന വ്യത്യസ്ത മൊഡ്യൂളുകൾ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിച്ചാണ് ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കുന്നത്. 52 ടൺ ഭാരം വരുന്ന ഭാരതീയ അന്തരീക്ഷ ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിലാണ് ഭ്രമണം ചെയ്യുക. റഷ്യയും അമേരിക്കയുമാണ് ആദ്യമായി ഈ രംഗത്ത് എത്തിയവർ. പിന്നീട് മൂന്നാമതൊരു ശക്തിയായി ചൈനയും വന്നു ചേർന്നു. ചൈനയുടെ ബഹിരാകാശ നിലയമായ തിയാൻഗോങ്ങിലേക്കുള്ള യാത്രകൾക്കും ഗ്രഹാന്തര പര്യവേക്ഷണങ്ങളിലും ഇന്ന് പ്രധാന ഘടകമാണ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ. ഈ നിരയിലേക്കാണ് നാലാമതായി ഇന്ത്യയും കടന്നു വരുന്നത്. ആദ്യകാലത്ത് ഡോക്കിംഗ് പ്രക്രിയയിൽ പേടകങ്ങളിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികരിൽ നിന്നുള്ള പ്രവർത്തനം ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ പേടകങ്ങൾ സ്വയം നിയന്ത്രണത്തിലൂടെ ഡോക്കിംഗ് നടത്തുന്നതിലേക്ക് സാങ്കേതികവിദ്യ വളർന്നു. ചെലവ് വളരെ കുറവാണെന്നതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയെ വ്യത്യസ്തമാക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ വലിയ നേട്ടം കൊയ്യാനാവും. വളരെ ചെലവേറിയതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. പ്രൊപ്പൽഷൻ യൂണിറ്റുകളിലെ ഇന്ധനം തീരുന്നതിനനുസരിച്ച് 8 മുതൽ 10 വർഷം വരെയാണ് ഇത്തരം ഉപഗ്രഹങ്ങളുടെ ആയുസ്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്നതിലൂടെ പ്രൊപ്പൽഷൻ യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കാൻ ISRO പ്രാപ്തമാകും. ഇത് ഉപഗ്രഹങ്ങളുടെ ആയുസ് കൂട്ടാൻ സഹായിക്കും. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള ലോകത്ത് ഞെട്ടിച്ച പദ്ധതികളുമായി ബഹിരാകാശ മേഖലയിൽ പകരം വെക്കാനില്ലാത്ത ഇടം പിടിച്ചെടുത്ത ISRO വിസ്മയിപ്പിക്കുന്ന ഒരുപിടി ദൗത്യങ്ങളുടെ പടുപ്പുരയിലുമാണ് ഇപ്പോൾ. ഗഗൻയാൻ, ചന്ദ്രയാൻ 4, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, വീനസ് ഓർബിറ്റർ മിഷൻ, മംഗൾയാൻ 2 എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ഇവയിൽ പലതിന്റെയും ഭാവിയിലെ എല്ലാ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെയും വിജയത്തിൽ അതിനിർണായകമാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.